വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യോനയോ അതോ യോസെഫോ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോന 1-ാം അധ്യായം 12-ാം വാക്യം. അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ കുടുംബത്തിലെ യോന ആരാണ്? കുടുംബം തകരാൻ സാധ്യതയുള്ളതായി തോന്നിപ്പിക്കുന്ന കൊടുങ്കാറ്റുകളും സംഘർഷങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുന്നത് ആരാണ്? നിങ്ങളുടെ പാപങ്ങളിലും തെറ്റായ തെരഞ്ഞെടുപ്പുകളും നിങ്ങളുടെ കുടുംബത്തിന്മേൽ കുഴപ്പങ്ങൾ വരുത്തുന്നത് നിങ്ങളാണോ? ഒരു യോന കാരണം ഒരു കപ്പൽ മുഴുവൻ പ്രക്ഷുബ്ധമായി. കടലിൽ ഒരു വലിയ കൊടുങ്കാറ്റുയർന്നു. അത് കപ്പൽ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. നാവികർ ഭയപ്പെട്ടു. അവർ ചരക്ക് കടലിലേക്ക് എറിഞ്ഞു. ജീവനക്കാർ കഠിനമായി കഷ്ടപ്പെട്ടു. ഓരോരുത്തരും സ്വന്തം ദൈവത്തോട് നിലവിളിച്ചു. എന്നാൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതിനു പകരം തർശീശിലേക്ക് പോകാൻ തിരഞ്ഞെടുത്ത യോന ഗാഢനിദ്രയിലായിരുന്നു. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പാത പിന്തുടരുന്നതിനു പകരം നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾക്കനുസൃതമായി നടക്കുന്ന യോനയെ പോലെയാണോ നിങ്ങൾ? ലോകം മുഴുവൻ കഷ്ടപ്പെടുന്ന കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഈ കാലത്ത് ആഴത്തിലുള്ള ആത്മീയ ഉറക്കത്തിൽ കഴിയുന്ന യോനയാണോ നിങ്ങൾ? നിങ്ങളുടെ കുടുംബത്തിലെ കൊടുങ്കാറ്റുകൾ, സംഘർഷങ്ങൾ, അസ്വസ്ഥതകൾ എന്നിവ അവസാനിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് യോനയെപ്പോലുള്ള സ്വഭാവം നീക്കം ചെയ്യണം. അത് അധാർമിക ചിന്തകളോ പാപകരമായ ആഗ്രഹങ്ങളോ സത്യസന്ധതയില്ലായ്മയോ അനുസരണക്കേടോ മറ്റെന്തെങ്കിലും പാപമോ ആകട്ടെ, അത് ക്രിസ്തുവിന്റെ ശുദ്ധീകരണ രക്തത്തിന്റെ കടലിലേക്ക് എറിയുക. മാനസാന്തരപ്പെടുക. പാപത്തിൽ നിന്ന് പിന്തിരിയുക. ക്രിസ്തുവിങ്കിലേക്ക് മടങ്ങുക. നിങ്ങളുടെ പാപം നിമിത്തം നിങ്ങളുടെ നിരപരാധികളായ കുടുംബം എന്തിനു കഷ്ടപ്പെടണം? ഇന്ന് തന്നെ ഒരു പുതിയ സൃഷ്ടിയാകാൻ തീരുമാനിക്കുക. അപ്പോൾ കൊടുങ്കാറ്റ് ശമിക്കും. സമാധാനം തിരിച്ചുവരും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കും. ഒരു യോന എല്ലാവർക്കും നഷ്ടം വരുത്തിയത് എങ്ങനെയാണെന്ന് കാണുക. എന്നാൽ ഇപ്പോൾ പഴയ നിയമത്തിലെ യോസഫിനെ പരിഗണിക്കുക. യോസഫിന്റെ ജീവിതത്തിലൂടെ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു. അവന്റെ സഹോദരന്മാർ അവനെ ഒരു കുഴിയിലെറിഞ്ഞ് മിദ്യാന്യ വ്യാപാരികൾക്ക് വിറ്റു. എന്നിട്ടും അവൻ മിസ്രൈമിൽ ഉയർത്തപ്പെട്ടു. പിന്നീട് അവൻ തന്റെ സഹോദരന്മാർക്ക് ധാന്യം നൽകി. അവൻ തന്റെ പിതാവിനെ മിസ്രൈമിലേക്ക് കൊണ്ടുവന്നു. അവിടെ തന്റെ മുഴുവൻ കുടുംബത്തെയും ബന്ധുക്കളെയും പരിപാലിച്ചു. യോസഫിലൂടെ എത്ര അനുഗ്രഹം ലഭിച്ചു എന്ന് നോക്കൂ. ബൈബിൾ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. ബില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എഴുതു അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. ദൈവമക്കളെ, നിങ്ങൾ യോനയാണോ അതോ നിങ്ങൾ യോസെഫാണോ? ഒരു നിമിഷം ചിന്തിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 രാജാക്കന്മാർ 6-7 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 20-ാം അധ്യായം 27 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.